സംസ്ഥാനത്ത് ഇന്ന് 7221 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. 6316 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 7020 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 64,051 സാമ്പിളുകൾ പരിശോധിച്ചു. 28 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1668 വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തിക് ചേരുകയാണ്. രശ്മി, ഇന്നും 6000-ലധികമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിന്റെ വാർത്താക്കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? ഇന്ന് 7221 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതും ഉയർന്ന കണക്ക് തന്നെയാണ്. സാമ്പിളുകളുടെ എണ്ണത്തിലും കുറവില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 64,051 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 64,051 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് 7221 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞിട്ടുണ്ട്. 11.0 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇങ്ങനെയാണ്. എറണാകുളത്ത് രോഗവ്യാപനം അതിരൂക്ഷമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. 1000 കടന്നാണ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം. എറണാകുളത്ത് 1042 പേരാണിന്ന് പുതുതായി രോഗബാധിതരായിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലും രോഗബാധ വർദ്ധിക്കുന്നുണ്ട്. 971 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തൃശൂർ ജില്ലയിൽ 864 പേർക്ക് പുതുതായി രോഗം കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 719, ആലപ്പുഴ ജില്ലയിൽ 696, മലപ്പുറത്ത് 642, കൊല്ലം 574, കോട്ടയം 500, പാലക്കാട് 465, കണ്ണൂരിൽ 266, പത്തനംതിട്ട 147, വയനാട് 113, ഇടുക്കി 108, കാസർഗോഡ് 94 എന്നിങ്ങനെയാണ് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. 28 മരണങ്ങളാണ് കൊറോണ മൂലമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു പരിധിവരെ മരണം പിടിച്ചു നിർത്താനാകുന്നു എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. രശ്മി, ഇവിടെ 64,051 സാമ്പിളുകളാണ് ഇന്ന് പരിശോധിച്ചത്. അതിലാണ് 7120 പേർ രോഗമുക്തി നേടുകയും അതോടൊപ്പം തന്നെ 7221 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസത്തിന് വക നൽകുന്ന റിപ്പോർട്ടുകളാണോ ഈ പുറത്തു വന്നിരിക്കുന്നത്? സമ്പർക്കത്തിലൂടെയുള്ള വ്യാപനം, അതോടൊപ്പം ഉറവിടം വ്യക്തമല്ലാത്ത കേസുകളുടെ എണ്ണം, ഇത് രണ്ടും വർദ്ധിക്കുകയാണ്. ഇത് ആശങ്ക തന്നെയാണ്. എങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ ഉണ്ടാകുന്ന ഒരു വലിയ വർധന ഉണ്ടാകുന്നില്ല. അതൊരു നേരിയ ആശ്വാസം തന്നെയാണ്.